Hello dear students, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CST 303 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ സെക്കൻഡ് മോഡ്യൂളിനെ കുറിച്ചാണ്. അപ്പോൾ സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ ഡേറ്റ ലിങ്ക് ലെയറിനെ ആണ് കവർ ചെയ്യുന്നത്. ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ഫിസിക്കൽ ലെയർ കവർ ചെയ്തു. സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഡേറ്റ ലിങ്ക് ലെയറാണ്. അപ്പം ഈ മോഡ്യൂളിൻ്റെ അകത്ത് ഡേറ്റ ലിങ്ക് ലെയർ ഇഷ്യൂസിനെ കുറിച്ച് ഡിസൈൻ ഇഷ്യൂസിനെ കുറിച്ച് പഠിക്കും. ദെൻ എറർ ഡിറ്റക്ഷൻ കറക്ഷൻ മെത്തേഡ്സിനെ കുറിച്ച് പഠിക്കും. ദെൻ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾസ്, ദെൻ ഹൈ ലെവൽ ഡേറ്റ ലിങ്ക് കൺട്രോൾ ദാറ്റ് ഈസ് HDLC പ്രോട്ടോകോളിനെ കുറിച്ച് പഠിക്കും. ദെൻ മാക്സ് സപ്ലയർ ദാറ്റ് ഈസ് മീഡിയം ആക്സസ് കൺട്രോൾ സപ്ലയറിനെ കുറിച്ച് പഠിക്കും. ദെൻ അതിൽ ചാനൽ അലൊക്കേഷൻ പ്രോബ്ലം, മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾസിനെ കുറിച്ചൊക്കെ പഠിക്കും. ദെൻ നെക്സ്റ്റ് ഇസ് ഈതർനെറ്റ്, ദെൻ വയർലെസ് ലാൻസ് 802.11, ദെൻ ബ്രിഡ്ജസ് ആൻഡ് സ്വിച്ചസിനെ കുറിച്ച് പഠിക്കും. റിപ്പീറ്റേഴ്സ്, ഹബ്സ്, സ്വിച്ചസ്, ദെൻ റൂട്ടേഴ്സ് ആൻഡ് ഗേറ്റ്വേസിനെ കുറിച്ച് എല്ലാം നമ്മൾ കവർ ചെയ്യും. ഈ ഒരു മോഡ്യൂളാണ് ഇതെല്ലാം കവർ ചെയ്യുന്നത്. സോ നമുക്ക് മോഡ്യൂളിലോട്ട് കയറാം. സോ ഡേറ്റ ലിങ്ക് ലെയറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. സോ ആദ്യം തന്നെ എന്താണ് ഈ ഡേറ്റ ലിങ്ക് ലെയർ? ഡേറ്റ ലിങ്ക് ലെയർ നമുക്കറിയാം ആക്ച്വലി ഡിവൈഡ്സ് ദ സ്ട്രീം ഓഫ് ബിറ്റ്സ് received from the network layer into a manageable data unit called frames. ആക്ച്വലി നമ്മുടെ നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് കിട്ടുന്ന സ്ട്രീം ഓഫ് ബിറ്റ്സിനെ ഡിവൈഡ് ചെയ്ത് ഒരു മാനേജബിൾ ഡേറ്റ യൂണിറ്റ് ആക്കി മാറ്റി ഫ്രെയിംസ് ആക്കുന്നതാണ് ഡേറ്റ ലിങ്ക് ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഫ്രെയിംസിൽ ഡേറ്റ ലിങ്ക് ലെയർ വിൽ ആഡ് ഹെഡർ ആഡ് ചെയ്യും. എന്തിനാണ്? ടു ഡിഫൈൻ ദ അഡ്രസ്സസ് ഓഫ് ദ സെൻഡർ ആൻഡ് റിസീവർ ഓഫ് ദ ഫ്രെയിം. Okay, and also if the rate at which the data are absorbed by the receiver is less than the rate at which the data are produced in the center, the data link layer imposes a flow control mechanism. അപ്പോൾ ഫ്ലോ കൺട്രോൾ മെക്കാനിസം എന്നൊരു മെക്കാനിസം ഡേറ്റ ലിങ്ക് ലെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. എന്താണ് ഫ്ലോ കൺട്രോൾ മെക്കാനിസം എന്ന് പറയുന്നത്? ഇപ്പം നമ്മുടെ എത്രമാത്രം ഡേറ്റയാണ് റിസീവർ അബ്സോർവ് ചെയ്യുന്നത് അതെന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ലെസ് than the rate at which the data is produced by the sender. ഓക്കെ, അങ്ങനെ ഫ്ലോ കൺട്രോൾ മെക്കാനിസം വഴി നമ്മുടെ റിസീവറിനെ ഓവർവെൽം ആകാതിരിക്കാൻ അവോയ്ഡ് ചെയ്യുന്നു ഡേറ്റ ലിങ്ക് ലെയർ. ഓക്കെ, ഇറ്റ് ഓൾസോ ആഡ്സ് റിലയബിലിറ്റി ടു ദ ഫിസിക്കൽ ലെയർ ബൈ ആഡിങ് മെക്കാനിസം ടു ഡിറ്റക്ട് ആൻഡ് റീട്രാൻസ്മിറ്റ് ഡാമേജ്, ഡ്യൂപ്ലിക്കേറ്റ് ഓർ ലോസ്റ്റ് ഫ്രെയിംസ്. ഓക്കെ, ഫിസിക്കൽ ലെയറിലും ഒരു റിലയബിലിറ്റി ആഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഒരു ഡാമേജ്ഡ് അല്ലെങ്കിൽ ലോസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഫ്രെയിംസിനെയൊക്കെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിനെ റീട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഇതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഡേറ്റ ലിങ്ക് ലെയർ. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് വെൽ ഡിഫൈൻഡ് സർവീസ് ഇൻ്റർഫേസ് ടു ദ നെറ്റ്വർക്ക് ലെയർ. Okay, but specific responsibility of our data link layer include framing, addressing, flow control, error control, etc. So data link layer it divides the stream of bits received from the network layer into a manageable data units called frames. Frames data link layer will add a header to the frame that defines the addresses of the sender and the receiver of the frame. Moreover, flow control mechanism കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് to avoid overwhelming the receiver. Then it also adds reliability to the physical layer by adding physical layer reliability add ചെയ്യും. എങ്ങനെ? by adding mechanisms to detect and retransmit the lost, damaged or the duplicate frames. Okay, also it provides well-defined service interface to the network layer. നെറ്റ്വർക്ക് ലെയറിലും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഫിസിക്കൽ ലെയറിലും റിലയബിലിറ്റി ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയസ് ഡിസൈൻ ഇഷ്യൂസ് ഫോർ ഡേറ്റ ലിങ്ക് ലെയർ ഓർ ദ ഫങ്ഷൻസ് ഓഫ് ഡേറ്റ ലിങ്ക് ലെയർ. The various design issues for the data link layer or the functions of the data link layer include services provides to network layer, then framing, flow control, error control, addressing, etc. Okay, so first one is services provides to network layer. What is the services?
What is the services provides a network layer? The principal service is transferring data from the network layer, source machine-ലുള്ള network layer-ൽ നിന്നും destination machine-ലുള്ള network layer-ലോട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുക. ആ ഒരു സർവീസാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡേറ്റ ലിങ്ക് ലെയർ പ്രൊവൈഡ് ചെയ്യുന്നത് ടു നെറ്റ്വർക്ക് ലെയർ. ഓക്കെ. The actual transmission follows a path, but it's easier to think in terms of two data link layer processes communicating using a data link protocol. In the data link layer, it offers different types of services. They are unacknowledged connectionless service, acknowledged connectionless service, then acknowledged connection oriented service. So what is unacknowledged connectionless service? Unacknowledged connectionless service means ഇവിടെ ഒരു അക്നോളജ്മെൻറ്റ് കൊടുക്കത്തില്ല. എന്താണ് അക്നോളജ്മെൻ്റ് എന്ന്? അക്നോളജ്മെൻറ്റ് മീൻസ് ഇപ്പോൾ ഒരു സെൻറ്റർ മെഷീനും അക്നോളജ്മെൻറ്റ് മീൻസ് ഇപ്പോൾ ഒരു സെൻറ്റർ മെഷീനുണ്ട്, ഒരു റിസീവർ മെഷീനുണ്ട്. സെൻറ്റർ മെഷീൻ, റിസീവർ മെഷീൻ. ഇപ്പോൾ സെൻറ്റർ മെഷീൻ ഒരു ഡേറ്റ സെൻഡ് ചെയ്തു, അത് റിസീവർ മെഷീൻ അത് അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ സെൻഡ് അക്നോളജ്മെൻറ്റ് ബാക്ക് ടു സെൻറ്റർ. സെൻറ്ററിന് ഒരു അക്നോളജ്മെൻറ്റ് മീൻസ് ഒരു റിപ്ലൈ സെൻഡ് ചെയ്യും. അതിനാണ് അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ദ മെസ്സേജ് ഇസ് കറക്റ്റ്ലി അറൈവ്ഡ് അറ്റ് ദ ഡെസ്റ്റിനേഷന്, റിസീവറിൽ എത്തി എന്നുള്ളതിന് വേണ്ടിയിട്ട് റിസീവർ എന്ത് ഒരു അക്നോളജ്മെൻറ്റ് ആർക്ക് സെൻഡ് ചെയ്യും? സെൻഡറിന് സെൻഡ് ചെയ്യും. അപ്പം ദാറ്റ് ടൈപ്സ് ഓഫ് സർവീസാണ് അക്നോളജ്ഡ് സർവീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൺഅക്നോളജ്ഡ് കണക്ഷൻലെസ് സർവീസ്. സോ അക്നോളജ്മെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഫസ്റ്റ് സർവീസ് പഠിക്കാൻ പോകുന്ന അൺഅക്നോളജ്ഡ് കണക്ഷൻലെസ് സർവീസ്. സോ വാട്ട് ഈസ് അൺഅക്നോളജ്ഡ് കണക്ഷൻലെസ് സർവീസ്? അപ്പോൾ ഇവിടെയാണെങ്കിൽ അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യത്തില്ല. ദാറ്റ് ഈസ് ഡെസ്റ്റിനേഷൻ മെഷീൻ ഓർ ദ റിസീവർ മെഷീൻ ഡു നോട്ട് സെൻഡ് ബാക്ക് എനി അക്നോളജ്മെൻറ്റ് ഓഫ് ദ റിസീവിങ് ഫ്രെയിംസ്. റിസീവ് ചെയ്തു എന്നുള്ളൊരു അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യത്തില്ല. മോർ ഓവർ ഇറ്റ് ഈസ് കണക്ഷൻലെസ് സർവീസ് എന്ന് പറയാൻ കാരണം there is no connection is established between the sender and receiver before communication or after it is over. കമ്മ്യൂണിക്കേഷന് മുന്നേ അതിന് ശേഷം ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അതിൻ്റെ കണക്ഷൻലെസ് സർവീസ് എന്ന് പറയുന്നത്. That is, if a frame is lost due to noise, then no attempt is made to recover it. കാരണം ഇപ്പം ഒരു ഫ്രെയിം ലോസ്റ്റ് ആയെന്ന് വിചാരിച്ചോളൂ, ഒരു രീതിയിലും അതിനെ റിക്കവർ ചെയ്യാനുള്ള അറ്റംപ്റ്റ് എടുക്കത്തില്ല. Okay, that is unacknowledged connectionless service. Then second one is acknowledged connectionless service. എന്താണ് acknowledged connectionless service എന്ന് പറയുന്നത്? In this type of acknowledged എന്ന് പറയുമ്പോൾ acknowledgement സെൻഡ് ചെയ്യും അല്ലേ? In this type of service there are no connection used, but for each frame receiver sends an acknowledgement to the sender. ഇവിടെ ഒരു കണക്ഷൻലെസ് സർവീസാണ്. ഇത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല, പക്ഷേ ഓരോ ഫ്രെയിം അത് റിസീവ് ചെയ്യുമ്പോഴും റിസീവർ എന്ത് ചെയ്യും? ഒരു അക്നോളജ്മെൻറ്റ് ആർക്ക് സെൻഡ് ചെയ്യും? സെൻഡറിന് സെൻഡ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ഇഫ് എ ഫ്രെയിം ഇസ് നോട്ട് റിസീവ്ഡ് വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം. ഓക്കെ, അപ്പം അക്നോളജ്ഡ് കണക്ഷൻലെസ് ഇഫ് ദ ഫ്രെയിം ഇസ് നോട്ട് റിസീവ്ഡ് വിത്തിൻ സ്പെസിഫൈഡ് ടൈമിൽ ഫ്രെയിം റിസീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സെൻഡർ എന്ത് ചെയ്യും? അതിനെ വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യും. കാരണം അക്നോളജ്ഡ് സർവീസാണ്. അക്നോളജ്ഡ് സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും സെൻഡർ എന്തായാലും റിസീവർ എന്തായാലും ഒരു അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യും. അപ്പോൾ അക്നോളജ്മെൻറ്റ് എത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം റിസീവറിന് ആ ഫ്രെയിം റിസീവ് ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? തിരിച്ച് അതിന് ആ ഫ്രെയിമിന് റീട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അക്നോളജ്ഡ് കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ്. അക്നോളജ്ഡ് കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് മീൻസ് ദ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ അവിടെ അക്നോളജ്ഡ് ആണ്. അപ്പം സെൻഡർ എന്തായാലും റിസീവർ എന്ത് ചെയ്യും? വിൽ സെൻഡ് ആൻ അക്നോളജ്മെൻറ്റ് ടു ദ സെൻഡർ. സോ മാത്രമല്ല ഇവിടെ കണക്ഷൻ ഓറിയൻറ്റഡും കൂടെയാണ്. സോ ഡെസ്റ്റിനേഷൻ ആൻഡ് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ മെഷീൻ എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ ബിഫോർ transferring the data. Before transferring the data, both the sender and receiver must establish a connection. Okay, specific number is given to each frame being sent and data link layer guarantees that each transmitted frame is received. കാരണം acknowledged കൂടെ ആയതുകൊണ്ട് കറക്റ്റായിട്ട് ഗ്യാരണ്ടി ഉണ്ടാകും. ഓക്കെ,
received, and or moreover all the frames are guaranteed to be received in the same order as the order of transmission. ഓക്കെ അപ്പം കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് ആയതുകൊണ്ട് ഡേറ്റ ട്രാൻസ്ഫർ ഇറ്റ് ടേക്സ് പ്ലേസ് ബൈ മീൻസ് ഓഫ് 3 phases. First is connection is established, second phase is frames transmitted, third phase is connection is released. Connection oriented service is similar to a telephone call. Connection നമ്മൾ ആദ്യം ഡയൽ ചെയ്യും, that is connection is established. Then നമ്മൾ phone call ചെയ്യും, that is data transmission, that is frames transmitted. After that നമ്മൾ എന്ത് call release ചെയ്യും, so that is the connection is released. അപ്പോൾ 3 phases ആയിട്ടാണ് ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. ഓക്കെ, അക്നോളജ്ഡ് ആയതുകൊണ്ട് ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് റിസീവ് ചെയ്തു എന്നുള്ള നോക്കും. കാരണം റിസീവർ ഫ്രെയിംസ് റിസീവ് ചെയ്താൽ മാത്രമേ ഇറ്റ് വിൽ സെൻഡ് അക്നോളജ്മെൻറ്റ് ടു ദ സെൻഡർ. Moreover, it's a connection-oriented service, means data transfer takes place by means of 3 phases. That is, connection is established, frames transmitted, then connection is released. Okay, അങ്ങനെ 3 types of services ആണ് data link layer offer ചെയ്യുന്നത്. Okay, അപ്പം this is all about the introduction of data link layer and also the service provides, that is the services provides to network layer. That's one of the design issues for the data link layer. Okay, thank you.